India's first fully loaded BMW 520D. Welcome to the new episode of D-Tune. അപ്പോൾ ആദ്യം തന്നെ ഫ്ലൈയിങ് സ്ക്വയറൽ എന്നുണ്ടെങ്കിൽ അമൃതേഷ് അവനുമായിട്ടുള്ള ഒരു ബോണ്ടിങ്, അതായത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് ആദ്യം പറയേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വണ്ടികളൊന്നും ഇതേപോലെ നമുക്ക് ചെയ്തിറക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് ടൈം ഞാൻ അവനെ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ, അതായത് Z1-ൽ ഒരു RC200 കസ്റ്റമൈസ് ചെയ്ത് തരുമോ ബ്രോ എന്ന് ചോദിച്ചിട്ടാണ് അവൻ വരുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അത്രയും ബോണ്ടഡായി. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ് ഇപ്പോഴും ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഔട്ടാണ് അവൻ്റെ ഓരോ വണ്ടികളിലും നമ്മൾ ചെയ്തിറക്കിക്കൊണ്ടിരുന്നത്. അവൻ്റെ RC200 ആട്ടെ, ഡ്യൂക്ക് 390 ആട്ടെ, ഇപ്പോൾ ലാസ്റ്റ് വന്ന് നമ്മുടെ ഈ ഒരു BMW വരെ വന്ന് നിൽക്കുന്നത്. നമ്മൾ മാക്സിമം ഔട്ട് ആ ഒരു ഓരോ വർക്കുകൾക്കും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവൻ്റെ ഓരോ വണ്ടികളും നമ്മൾ അത്ര റീച്ച് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ വളരുന്ന കൂട്ടത്തിൽ, അതായത് അവൻ ഓരോ ബൈക്കുകൾ വാങ്ങി കസ്റ്റമൈസ് ചെയ്ത് ബൈക്ക് വാങ്ങി വിറ്റു. അത് കഴിഞ്ഞ് അടുത്ത് ഇപ്പോൾ കാറിലേക്ക് വന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വരുമ്പോഴാണ് ഞാനും ചിന്തിച്ചത്, അവൻ ഓരോ വണ്ടികൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ നമ്മുടെ കാര്യം നോക്കിയാൽ തന്നെ നമ്മൾ അവൻ്റെ ബൈക്കുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കാറുകളിലേക്ക് മാറി. അപ്പം അവനും ലൈഫിൽ അതായത് അപ്ഗ്രേഡ് ആവുന്ന കൂട്ടത്തിൽ തന്നെ ഞാനും ഓട്ടോമാറ്റിക്കലി എൻ്റെ വർക്കുകളും അപ്ഗ്രേഡ് ചെയ്ത് തുടങ്ങിയിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു BMW. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു BMW എന്തൊക്കെ വർക്കാണ് ചെയ്തത്. അതായത് നമ്മൾ എടുത്ത കാലം തൊട്ട് എനിക്ക് ഈ വണ്ടീനെ അറിയാം. അതായത് അവൻ വണ്ടി എടുക്കാൻ പോയി നോക്കുന്ന ടൈം തൊട്ട് ഇപ്പോൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അപ്പം ഇതിൻ്റെ നമുക്ക് വണ്ടി നമ്മൾ എടുത്ത ആ ഒരു ടൈം തൊട്ട് ഇപ്പോൾ വരെയുള്ള എല്ലാ വർക്ക്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. അങ്ങനെ 2022-ലാണ് ഈ ഒരു BMW നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇതേപോലെ ഒരു വണ്ടി കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവൻ ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോയതല്ല, അമ്മയ്ക്ക് വേണ്ടി വേറൊരു വണ്ടി നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഈ വണ്ടി അവിടെ കിടക്കുന്നത് കാണുന്നത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇതേപോലെ ഒരു വണ്ടി ഉണ്ട്, നമുക്ക് നോക്കിയാലോ. ഞാൻ ചോദിച്ചേട്ടാ ഇത്രയും ബഡ്ജറ്റാണ്, നമ്മളെ കൊണ്ട് താങ്ങും. അപ്പോൾ നമ്മൾ ഈ ബൈക്കർ ലൈഫ് അങ്ങനെ നടക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ കാറിനെ പറ്റിയൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസമുള്ള തീരുമാനമായിരുന്നു ഈ ഒരു വണ്ടി എടുക്കുക എന്നുള്ളത്. അങ്ങനെ വണ്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കി എങ്ങനെയൊക്കെയോ നേരം വെളുക്കുന്നതിന് മുമ്പേ നമ്മൾ വണ്ടി വീട്ടിലെത്തിച്ചു. വണ്ടി വീട്ടിലെത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വഭാവം അവൻ്റെ സ്വഭാവം എല്ലാം ഒരേപോലെയാണ്. എങ്ങനെ അടുത്ത പരിപാടി സെറ്റ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഇങ്ങനെ കൊണ്ടു നടക്കണോ, എന്തൊക്കെയാണ് അടുത്ത പരിപാടികൾ നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളതായി. അങ്ങനെ ആദ്യം നമ്മൾ ചെറിയൊരു വർക്കിലേക്ക് വന്നു. ആദ്യം നമ്മൾ എന്തൊക്കെയോ ഇൻറ്റീരിയൽ ക്ലീനിങ്ങും പരിപാടി, കുറേ ചെളിയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇൻറ്റീരിയലിൻ്റെ കുറേ മിസ്റ്റേക്സുകൾ അതെല്ലാം നമ്മൾ കറക്ഷൻ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് മൊത്തത്തിൽ നമ്മളൊന്ന് മെക്കാനിക്കൽ പരിപാടികളും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയി നോക്കി. അപ്പോൾ വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം പക്കയാണ്. അപ്പോൾ ആ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴും നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യണം. അതായത് നമ്മുടെ ഒരു ക്യാരക്ടറും അങ്ങനെയാണ്, നമ്മുടെ ഒരു വണ്ടി ഭ്രാന്തും കാര്യങ്ങളെല്ലാം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ദിവസം ഇവൻ എന്നെ വിളിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യും, അടുത്ത് നമ്മൾ എന്തോ ചെയ്യണം, അടുത്ത് എന്ത് വർക്ക് ചെയ്യണം എന്നുള്ളതെല്ലാം ഡിസ്കസ് ചെയ്യും. അങ്ങനെ നമ്മൾ ഫൈനലി ആദ്യം നമ്മളൊന്ന് വീൽസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ ചെറുതായിട്ടൊന്ന് ഇപ്പോൾ ടെയിൽ ലാമ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ അതേപോലെയുള്ള ചെറിയ വർക്ക്സുകളൊക്കെ ചെയ്യാമെന്നായിരുന്നു ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത്. ടൈം ഇങ്ങനെ, അതായത് നമ്മൾ ഓരോ പ്രാവശ്യം വിളിക്കുന്തോറും പ്ലാനുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം ചെറിയ പാർട്സുകൾ മാറുന്നത് തൊട്ട് പിന്നെ കൺവേർഷനിലേക്കായി. പിന്നെ കൺവേർഷന് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിന് വിചാരിച്ചു എന്നാൽ പിന്നെ കളർ ചേഞ്ച് ചെയ്യാം. അങ്ങനെ റാപ്പിലേക്കായി. അങ്ങനെ ഫുൾ പ്ലാനുകളും ചേഞ്ചായി. നമ്മൾ നേരെ വണ്ടി കൊണ്ട് കാർബണിലേക്ക് കയറ്റുമായിരുന്നു. അതായത് 2022 ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു. ആ ഒരു ടൈമിലേക്ക് നമ്മൾ വണ്ടി രണ്ടും കൽപ്പിച്ച് കാർബണിൽ കൊണ്ട് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഫസ്റ്റ് നമ്മൾ റാപ്പ്. അപ്പം ഞങ്ങളുടെ എല്ലാം കൺഫ്യൂഷൻ ഏത് കളർ ചെയ്യും. അപ്പം കളറിൻ്റെ കാര്യത്തിൽ പിന്നെ അവനൊരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. അവൻ നിങ്ങൾക്കറിയായിരിക്കും, അവൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് സിയാൻ കളറാണ്. അതിന് അവന് പറയാൻ കുറേ ന്യായീകരണങ്ങളുണ്ട്, അതൊന്നും ഞാൻ പുറത്ത് പറയുന്നില്ല. അവൻ ആ ഒരു കളറിനോട് എന്തോ അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവൻ ആ ഒരു കളർ തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പല കളേഴ്സ് അവന് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ മൈൻഡ് എപ്പോഴും ഈ ഒരു സിയാൻ കളറിൽ തന്നെ ആയിരുന്നു. അതിപ്പോൾ ഇപ്പോഴാട്ടെ അപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നു, നമ്മൾ സിയാൻ കളർ തന്നെ കൺഫേം ചെയ്തു. അങ്ങനെ വണ്ടി ഫുൾ റാപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ. അപ്പം ഫുൾ റാപ്പിൻ്റെ കൂടെ തന്നെ വേറെ എന്തൊക്കെ ചെയ്യാമെന്ന് ആലോചിച്ചു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് M5 കിറ്റ്, അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് ചെറിയൊരു കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീൽസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കസ്റ്റം ലിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുൾ ബോഡി റാപ്പ്. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് ചെയ്ത വർക്കുകൾ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് നാൾ അങ്ങനെ തന്നെ വണ്ടി ഓടി കഴിഞ്ഞപ്പോൾ സെയിം ഭ്രാന്ത് പിന്നെയും വന്നു. ഇനി അടുത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അടുത്തത് കുറച്ചുകൂടെ എന്തെങ്കിലും യുണീക്കായിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാൻ പിന്നെയും വന്നു. അങ്ങനെ കുറച്ചും കൂടെ യുണീക്കായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളൊരു
ആലോചനയായിരുന്നു. പിന്നെ അങ്ങനെയാണ് നമ്മൾ എയർ സസ്പെൻഷനിലേക്ക് എത്തുന്നത്. അങ്ങനെ എയർ സസ്പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചു. അങ്ങനെ സസ്പെൻഷൻ ചെയ്യാന്നുള്ളൊരു പ്ലാനിലേക്ക് വന്നു. സസ്പെൻഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അപ്പോൾ നമുക്ക് ആ ഒരു വീല് വണ്ടിയായിട്ടൊന്നും മാച്ച് ആവുന്നില്ല. അപ്പോൾ പിന്നെ വീല് ചേഞ്ച് ചെയ്യാന്നുള്ളൊരു പ്ലാൻ വന്നു. അങ്ങനെ നമ്മൾ വീല് ചേഞ്ച് ചെയ്തു. വീലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. അങ്ങനെ കുറേ വീൽസ് നമ്മുടെ സജഷൻസിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു വീല് നമ്മൾ യൂണീക്കായിട്ടുള്ളൊരു വീല് നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ എയർ സസ്പെൻഷനും ചെയ്തു. അങ്ങനെ എയർ സസ്പെൻഷനും വീലും കൂടെ വരുമ്പം അത് മാത്രം പോരല്ലോ, കുറച്ചും കൂടെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ നമ്മൾ ചെയ്യണമെന്നുള്ള ഒരു പ്ലാൻ വന്നപ്പോഴത്തേക്കിനാണ് കാർബൺ ഫൈബർ ഹുഡിൻ്റെ കാര്യം കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ സെക്കൻഡ് അപ്ഡേഷൻ്റെ തൊട്ട് മുമ്പായിട്ടുള്ള ചെറിയൊരു അപ്ഡേഷൻ നമ്മൾ വീൽസും അതേപോലെ തന്നെ എന്താ പറയുക എയർ സസ്പെൻഷനും പിന്നെ കാർബൺ ഫൈബർ ഹുഡും കൂടെ ചെയ്തിട്ട് നമ്മളൊരു ചെറിയ ലോഞ്ച് നമ്മൾ സെറ്റ് ചെയ്തത്. അങ്ങനെ ആ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ബാക്കിയുള്ള വർക്കുകളാണ് അടുത്ത വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ഒരു വർക്കിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ് നമ്മളിതാ നമ്മുടെ ഷോറൂമിൽ വന്നിട്ടുണ്ട്, വണ്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത അപ്ഡേഷൻ, അതായത് ലാസ്റ്റ് നമ്മൾ ചെയ്ത അപ്ഡേഷനാണ് ഇനി പറയാൻ പോകുന്നത്. എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയിരുന്നു, ഗ്രിഡ് 7 നമ്മൾ ഫുള്ള് സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ കാര്യം പറയാൻ ഞാൻ വിട്ടുപോയിരുന്നു. അതൊക്കെ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു കൂട്ടത്തിൽ ചെയ്തൊരു വർക്കായിരുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് വർക്കിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റീരിയർ സെക്ഷനാണ്. ഇൻറ്റീരിയർ സെക്ഷൻ്റെ അത് നമ്മൾ സീറ്റ് കവറും കാര്യങ്ങളും ഒന്നും നമ്മൾ നിലവിൽ ചേഞ്ച് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത വർക്ക് എന്ന് പറയുന്നത് അതാണ്. ഈ ഒരു സിയാൻ ടൈപ്പിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ ഒക്കെ വെച്ചിട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇന്ത്യയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ആണ്. കാർബൺ ഫൈബർ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മീറ്റർ കൺസോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ആംബിയൻസ് ലൈറ്റ്, പിന്നെ കുറച്ച് ഡിപ്പിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഫോർ ഒരു പ്രീമിയം ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആംബിയൻസ് ലൈറ്റും ഡിപ്പിങ്ങും ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ നമ്മുടെ ഈ ഒരു മെയിൻ, അതായത് വണ്ടിയുടെ മോസ്റ്റ് ഓഫ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ വണ്ടിയുടെ കസ്റ്റം റാപ്പ്. അത് തന്നെയാണ് ഈ വണ്ടിക്ക് ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ലുക്ക് കൊടുക്കാനുള്ളൊരു റീസണും. പിന്നെ അത് മാത്രമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അതായത് ആ ഒരു വണ്ടിക്ക് അത്രയും അട്രാക്റ്റീവ്നെസ് കിട്ടാനായിട്ടുള്ളൊരു റീസൺ ഈ ഒരു റാപ്പ് തന്നെയാണെന്ന് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പം ഇതിൻ്റെ പുറകിൽ കുറേ കഥയുണ്ട്. ആ കഥ പറയണമെങ്കിൽ നമുക്ക് ഈ ഒരു എപ്പിസോഡും കാര്യങ്ങളൊന്നും തികയത്തില്ല. അങ്ങനെ പെട്ടെന്നൊരു ദിവസമാണ് ഈ വണ്ടിയുടെ റാപ്പ് മാറ്റുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചത്. അങ്ങനെ ചിന്തിക്കാനും നമുക്ക് അങ്ങനെ ഒത്തിരി പ്ലാനൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്ത് തരും, പല കളേഴ്സും കാര്യങ്ങളും എല്ലാം. ഇവൻ ഒരു രീതിയിൽ സമ്മതിക്കത്തില്ല റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞടാ നമുക്ക് എന്തെങ്കിലും സാധനം സെറ്റ് ചെയ്യണം, ഞാനും ഡെമോണും ഒക്കെ കുറേ നിർബന്ധിച്ചേടാ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അവൻ ആ കളർ മാറ്റാൻ ഒരു ഇതുമില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യുക, വണ്ടി ഒരു ദിവസം കടയിലോട്ട് കൊണ്ടുപോകും, നമുക്ക് എന്തെങ്കിലും നോക്കാം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വണ്ടി നേരെ ഷോപ്പിൽ കൊണ്ടുവന്നു. ഷോപ്പിൽ കൊണ്ടുവന്നപ്പോഴേ നമ്മൾ ആ ഉള്ള റാപ്പ് നമ്മളങ്ങ് പൊളിച്ച് കളഞ്ഞു. കുറച്ച് പൊളിച്ച് കളഞ്ഞപ്പോഴത്തേന് അളിയന് പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല, എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള. ലാസ്റ്റ് അളിയൻ സമ്മതിച്ചു, നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാമെന്നുള്ളത് സമ്മതിച്ചു. അങ്ങനെ ഞാൻ കുറേ കളേഴ്സ് സജസ്റ്റ് ചെയ്തു. കളേഴ്സ് ഒന്നും അളിയന് പറ്റുന്നില്ല, ഈ ഒരു കളർ തന്നെ വേണം, സിയാൻ തന്നെ വേണം. അപ്പോൾ പിന്നെ ഞങ്ങൾ ആകെ കൺഫ്യൂസ്ഡായി. അപ്പം നമ്മുടെ ഡിസൈനർ അറിയാമല്ലോ, വാനൽസിയാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തത്. അപ്പോൾ ആളുടെ കലാവിരുതാണ് ഈ കാണുന്നത് മൊത്തം. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചു എങ്ങനെ അടുത്തത് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവൻ ഈ കളറിട്ട് മാറ്റാനും പറ്റുന്നില്ല. ഞാനിത് എങ്ങനെയെങ്കിലും ഫ്രണ്ടിൽ നിന്ന് ബ്ലാക്ക് ആക്കണം. ബ്ലാക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കളറാണ് ബ്ലാക്ക്. അപ്പോൾ ആ ഒരു കളറും ഒക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ബ്ലാക്ക് മിക്സ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ അവൻ്റെ കളർ മിക്സ് ചെയ്യണമെന്ന് അവനും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി നമ്മൾ ഈ ഒരു ഡിസിഷനിലേക്ക് വന്നു. എങ്ങനെ ഒരു ട്രാൻസ്ഫർ, അതായത് ബാക്കിൽ നിന്ന് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ഈ ഒരു സിയാൻ ഷെയ്ഡും വരുന്ന രീതിയിൽ ചെയ്യാന്നുള്ള പ്ലാൻ വന്നു. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ നോക്കിയപ്പോൾ റെഫറൻസസ് ഒക്കെ നോക്കിയപ്പോൾ കുറേ വണ്ടികൾ ഈ ഒരു സെയിം പാറ്റേൺസിൽ ഇറങ്ങുന്നുണ്ട്. എങ്ങനെ ഈ ഗ്രേഡിയൻ്റ് ടൈപ്പിൽ, ഷെയ്ഡ് ടൈപ്പിൽ കുറേ വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിലും എന്തെങ്കിലും യൂണീക്കായിട്ട് ചെയ്യണമെന്നുള്ളൊരു പ്ലാൻ വന്നു. നമ്മൾ അങ്ങനെ കുറേ വർക്കൗട്ട് ചെയ്ത് വന്നിട്ടൊന്നും ഡിസൈൻ അങ്ങോട്ട് സെറ്റാകുന്നില്ല. ഞങ്ങൾ ഏകദേശം ഒരു 2 വീക്സ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് വേണ്ടി ഡിസൈനിങ്ങിന് വേണ്ടി തന്നെ നമ്മൾ ഇരുന്നു. എന്നിട്ട് ഒന്നും സെറ്റായില്ല. ലാസ്റ്റ് ഒരു ദിവസം ഞാനും മാനൽസിയും കൂടി ഇതിനു വേണ്ടി തന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങ് ഇരുന്നു. ഞങ്ങൾ കുറേ റെഫറൻസസ് എടുത്തു, നമ്മൾ കുറേ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. അവനെ ഓൺലൈനായിട്ട് വിളിച്ചു. അവൻ ഓൾറെഡി നാട്ടിലില്ല. അപ്പോൾ ആൾക്ക് ഓരോ സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നു, ചെയ്യുന്നു, അവന് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങോട്ട് സെറ്റാവുന്നില്ല. അങ്ങനെ നമ്മൾ കുറേ വർക്കൗട്ട് ചെയ്താണ് ഫൈനലി ഈ ഒരു ലെവലിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്യുന്നത്.
അങ്ങനെ നമ്മൾ ഈ ഒരു സാധനം ഫസ്റ്റ് ഇതിൻ്റെ ഒരു ബേസ് ഇട്ടപ്പോഴത്തേക്കിന് മോക്കപ്പ് കിറ്റിൽ നമ്മൾ ഇതിൻ്റെ ഒരു ബേസ് ഇട്ട് അവന് ഫസ്റ്റ് ടൈം നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ തന്നെ ആൾക്ക് സാധനം ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്നും നോക്കണ്ട, ബാക്കി ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ബാക്കി കുറച്ചും കൂടെ ചെറിയ ചെറിയ പൊടിക്കൈകളിലൊക്കെ ഇട്ട് വാനിൽസി ഓരോ രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തു. അങ്ങനെ ഡിസൈൻസ് എല്ലാം ഫയൽ ചെയ്തപ്പോഴേ നമ്മൾ മെറ്റീരിയൽസിന് ഓർഡർ കൊടുത്തു. മെറ്റീരിയൽസ് എല്ലാം പ്രിൻറ്റ് ചെയ്ത് എയർപോർട്ടിൽ വന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ പോയി അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എൻ്റെ റീൽസിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോയി മെറ്റീരിയൽ കളക്ട് ചെയ്തു. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ റെഡ് ചെയ്യാനായിട്ടായിരുന്നു പ്ലാന്. അങ്ങനെ പ്ലാൻ അല്ലായിരുന്നു, അതെല്ലാവരും ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ ചെറിയൊരു പ്ലാൻ ഇട്ടതായിരുന്നു. അങ്ങനെ എല്ലാവരും റെഡാണ് എന്നുള്ള രീതിയിലൊക്കെ വിശ്വസിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഞങ്ങൾ മെറ്റീരിയൽ ചേഞ്ച് ആക്കി. അതേപോലെ എയർപോർട്ടിൽ പോയി ഞങ്ങൾ മെറ്റീരിയൽ കളക്ട് ചെയ്തുകൊണ്ട് വന്നു. സാധനം നമ്മൾ പിന്നെ നിപ്പിൽ ഒരു 2 days കൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഫുള്ള് റാപ്പ് ചെയ്ത് ഇറക്കി. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ 2 days കൊണ്ട് റാപ്പ് ചെയ്ത് ഇറക്കിയത്. ആൾക്ക് 2 ദിവസം 3 ദിവസം ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈനിങ് കാര്യങ്ങളും പ്രിൻറ്റിങ് അവിടുന്ന് പോകുന്നപ്പോൾ തന്നെ അവൻ അവിടുന്ന് പാക്ക് ചെയ്ത് ഇങ്ങ് പോന്ന് നമ്മുടെ ടൈം നമുക്ക് വളരെ കുറവായിരുന്നു. അവനും ആകെ 5 ദിവസം കണ്ടേ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ വണ്ടി ചെയ്തിറക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ 2 ദിവസം കൊണ്ട് രാത്രി എല്ലാം നിന്ന് നമ്മുടെ ടീമും കാര്യങ്ങളെല്ലാവരും നിന്ന് കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന് നമ്മൾ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ക്ലിയർ കോട്ടും പരിപാടികളെല്ലാം കഴിഞ്ഞ് ഫൈനലി നമ്മൾ ലാസ്റ്റ് ഈ വണ്ടി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് ഭയങ്കര ഒരു പേടിയുണ്ടായിരുന്നു. അതായത് ഇത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും ഹൈപ്പിൽ നിന്നൊരു വണ്ടി നമ്മൾ വേറെ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് അല്ലെങ്കിൽ വേറെ ഒരു പുതിയ ലുക്കിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ അത് ആൾക്കാർ എത്രമാത്രം അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഒരു പിടുത്തമില്ലായിരുന്നു. അത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അത് ആ കാര്യത്തിൽ അവനും പേടിയുണ്ടായിരുന്നു, എനിക്കും പേടിയുണ്ടായിരുന്നു, നമ്മുടെ ടീംസിനെല്ലാം പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്നു, ഇത് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും, പഴയതിനേക്കാളും അടിപൊളിയാവും, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടി ലോഞ്ച് ചെയ്തു, ഡെലിവർ ചെയ്തു. നമ്മൾ ലൈവും കാര്യങ്ങളെല്ലാം പോയി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോഴേ ഭയങ്കര റിയാക്ഷൻ. അതായത് റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റെസ്പോൺസ്. അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇത്രയും നാളും ഈ വണ്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും വണ്ടിക്ക് വേണ്ടി ഓടിയതും രാത്രിയില്ലാതെ കിടന്ന് ഓടിയും കാര്യങ്ങളെല്ലാം ചെയ്തതിനെല്ലാം ഒരു റിസൾട്ട് കിട്ടി എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എക്സോ സൗണ്ട് ഒന്ന് കേട്ട് നോക്കിയാലോ. ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലൈയിങ് സ്ക്വയറിലെ BMW വിശേഷങ്ങളും കഥകളും എല്ലാം. അപ്പം ഇതേപോലെയുള്ള വീഡിയോസ് ഇനിയും എൻ്റെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്ത വണ്ടികൾ ഏതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ പേജുകളോ ഗോസിസ് ഗ്യാരേജിൻ്റെ XV ഓട്ടോ പ്രോഡോ പേജുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ അതിൻ്റെ അകത്ത് ഏതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആ വണ്ടികളുടെയൊക്കെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും.